എടോ താൻ സമാധാനമായിട്ടിരിക്കടോ. പാലത്തിന്റെ കോൺട്രാക്ട് തനിക്ക് തന്നെ. ആ പിന്നെ എന്നാ. ആ പിന്നെ ഒരു കാര്യം, ഞാൻ നാളെ അക്കൗണ്ട് ചെക്ക് ചെയ്യും. അതിനകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കണ്ടേക്കണം. അതെ അതെ അതെ. ആ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്നറിയാമോ? അതിൻ്റെ പണിക്കാരോട് പാലം പണി നടക്കുന്ന സമയത്ത് ഒരു ഇത്തിരി കമ്പിയോ സിമൻറ്റോ ഒക്കെ അതിനകത്ത് ചേർത്തേക്കാൻ വേണ്ടി പറയണം. ഇല്ലെങ്കിൽ നാട്ടുകാരെന്നെ ചീത്ത വിളിക്കും. വെറുതെ ഞാൻ അഴിമതിക്കാരനാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ്. ശരി ശരി, ഓക്കെ സാറേ. ഈ നേരിട്ടുള്ള ഇടപാട് ഒന്ന് സൂക്ഷിക്കണം. പാർട്ടിക്കകത്ത് ഭയങ്കര ശത്രുക്കളാ. ഒന്നുമില്ലടോ, കല്ലേറ് കത്തിക്കൂത്ത് ഈ മാതിരി സമരമുറകളിലൂടെയൊക്കെ കുഴപ്പമില്ല വളർന്നു വന്ന നേതാവാണ് ഞാൻ, അല്ലേ? അത് എല്ലാ ആളുകൾക്കും അറിയുകയും ചെയ്യാം. ഇനി ഇതായി ഇലക്ഷൻ വരാൻ പോകുന്നു. ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? താൻ പറ. അതിപ്പോ ഞാനല്ല, താൻ പറ ആരായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറയാം, ഞാനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. താൻ മുഖ്യമന്ത്രിക്ക് ഒന്ന് ജയ് വിളി കേൾക്കാൻ നല്ല സുഖമായി. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. ഒന്നൂടെ. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. മുഖ്യമന്ത്രി സത്യശീലൻ കീ ജയ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് തമിഴ്നാട്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേരള. ഹലോ ഹലോ, ഒരു മനുഷ്യല്ലേ? ഇയാൾക്കിത് എവിടെ പോയി കിടക്കുകയാണ്? ഇവിടെ ഒരു കൃത്യതയില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണിത്. ഒരു വീഡിയോ ഉണ്ടാവുക. വീഡിയോ ഇവിടെ വലിക്കാൻ പാടില്ലടാപ്പ. അപ്പോൾ വരെയായിരിക്കും. അയ്യോ സത്യ സാറ്, ഇയാള് ചത്ത. അവിടെ ഇരിക്കടാപ്പ. എന്ത് സാറ്? ചത്തു കഴിഞ്ഞാൽ എല്ലാവരും കണക്കാണ്. എല്ലാം ഇവിടെ വരും ശവമായിട്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ. ഒന്നും മിണ്ടായിരിക്കട ശവങ്ങളെ. ചത്താലും തലക്കോല് വരൂല്ല വൃത്തികെട്ടവന്മാര്. നമസ്കാരം. നിങ്ങൾ പ്യാരിജാതനല്ലേ? ആ പാർട്ടിക്കാരുടെ തല്ലുണ്ട് ചത്തതെന്ന് പറയുന്ന പ്യാരിജാതൻ? ചത്തു എന്ന് പറയണല്ലോ സാറേ. അവന്മാരെന്നെ തല്ലിക്കൊന്നു. എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല. നമ്മുടെ പാർട്ടിയുടെ പോസ്റ്റർ ആരാണ്ടും കീറി. അതൊന്ന് ചോദിക്കാൻ പറഞ്ഞു വിട്ടാണ് എന്നെ നേതാവ്. ഞാൻ അവിടെ ചെന്നിട്ട് ആരാടാ പോസ്റ്റർ കീറിയെന്നൊക്കെ പറഞ്ഞ് 2-3 ബഹളമൊക്കെ ഉണ്ടാക്കി. കുറേ ആളിങ്ങാട് ഓടി കൂടിയിട്ട് എനിക്കൊരൊറ്റ കുത്ത് കൂമ്പിനിട്ട് അയ്യോ ഒന്ന് കേട്ട് പിന്നെ കണ്ണുറക്കുമ്പോൾ ഇവിടെയാണ്. കേസ് ഇപ്പോൾ CBIക്ക് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു സാറേ. പക്ഷേ ഇവിടുന്ന് വിടൂല്ലല്ലോ എന്നെ. ചത്തുപോയില്ലേ. ഞാൻ സുമേഷ് കുമാർ, കടപ്പുറത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ഒരു ഉണക്കത്തേങ്ങ വന്ന് എൻ്റെ നെറുകന്തലയിൽ വീണു. അതോടുകൂടി പോ. ഫേസ്ബുക്കിലൊക്കെ ചാറ്റ് ചെയ്ത് ആരാനോടും വരാൻ പറഞ്ഞു കാമുകീനോടെ. അവര് വന്നില്ല, വന്നത് ഉണക്കത്തേങ്ങയാണ്. തീർന്നു. എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. സാർ ഉദ്ദേശിച്ച യുവകവി ഉണ്ണി ചെറുത്തൂരാൻ. ആ അത് തന്നെ. നമ്മുടെ പല പാർട്ടി സമ്മേളനങ്ങൾക്കും കവിതകൾ പാടിയിട്ടുണ്ട്. സാറിന് സാറിന്റെ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് പോഴത്തെ പാടിയിട്ടുണ്ട്. അവസാനം അക്കാഡമി ചെയർമാൻ സ്ഥാനം വരെ എനിക്ക് തരാവുന്നതാണ്. പക്ഷെ ചച്ചു സാറേ കഞ്ചാവ്. നല്ല മരുന്നാണ് സാറേ. സാറേ കഞ്ചാവ് അടിക്കുമ്പോൾ ഒന്ന് ദുബായ് പോകണം തോന്നി. കടലിലേക്ക് എടുത്തിയാടി നീന്തി എത്തിയില്ല. ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. സത്യത്തില് നമ്മളിത് എവിടെയാണ്? ഇത് പരലോകത്തിന്റെ ബ്രാഞ്ച് ഓഫീസല്ലേ. ഈ ഓഫീസിലാണ് കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. മലയാളികളുടെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ഓഫീസാണിത്. നിങ്ങൾ മരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ ഞാൻ എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവണില്ല. ചത്തറിൻ്റെ ഉറപ്പാണ്. ഇല്ല, ഞാൻ മരിച്ചിട്ടില്ല. സത്യസാറ് മരിച്ചുകൊണ്ടാണല്ലോ നമ്മളെ കാണാൻ പറ്റുന്നത്. ഞാൻ മരിച്ചിട്ടില്ലാന്ന്. മരിക്കുന്നു. അപ്പൊ ഞാൻ മരിച്ചോ? ആ സാറ് മരിക്കാതെ ഇങ്ങോട്ട് ഓടി വരാൻ സാറിന്റെ പാർട്ടി ഓഫീസായിട്ടാണ്. അയ്യോ, അപ്പൊ എന്റെ ഭാര്യയും കുട്ടികളും അവര് നാട്ടിലിരുന്ന് കരയുണ്ടാവും. ഒരാഴ്ച കാണും, പിന്നെ നിർത്തിക്കോളും. മോങ്ങണ്ട. സത്യം സാറേ, ഇനി ഇന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് നരകത്തിലോട്ട് കയറി ചെല്ലാനൊക്കെ ഉള്ളൂ. പിന്നെ സ്വർഗത്തിലേക്കാ. സ്വർഗത്തിൽ പോകാൻ നമ്മൾ വല്ല നന്മയും ചെയ്ത് വെച്ചിട്ടുണ്ടാ? നരകം തന്നെ, അത് ഉറപ്പാണ്. സത്യ സാറേ എനിക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. എന്റെ ബോഡി കടലിൽ തത്തി കളിക്കുന്നുണ്ടാവും. വല്ല സ്രാവോ മറ്റോ തിന്നോ എന്തോ. പേടിക്കണ്ട, ഞാനിവിടുത്തെ റിസപ്ഷൻ ഇൻചാർജാണ് കേട്ടോ. സാറേ, എന്റെ കാര്യം എന്താ പ്യാരിജാത, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാണ് നടക്കില്ല എന്ന്. വൈഫിനെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോഴാണ് നേതാവ് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ തല്ലുണ്ടാക്കി ചത്തത്. കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കാത്തിരുന്നിട്ടുണ്ടായ ഒരു കുഞ്ഞിക്കാലാണ് സാറേ. അത് ആണാണോ പെണ്ണാണോ എൻ്റെ രൂപമുണ്ടോ ഒരു നോക്ക് കാണാനാണ് സാറേ. ദൂരെ മാറി നിന്നിട്ട് ഞാൻ കണ്ടിട്ട് പോന്നോളാം. എൻ്റെ പ്യാരിജാത, അത് ഈ വല്ലവൻ്റെയും വാക്കും കേട്ട് തല്ലാനും വെട്ടാനും പോകുന്ന എല്ലാവരുടെയും അവസ്ഥ ഇവിടെ ഇങ്ങനെയാണ്. നടക്കില്ല പ്യാരിജാത. ഒന്ന് കാണട്ടെ സാറേ, ഞാൻ പെട്ടെന്ന് വരാം സാറേ. സാറേ പ്യാരിജാത, ഞാൻ പറഞ്ഞില്ലേ പ്യാരിജാത നടക്കില്ല എന്ന്. ഒരു അവസരം തന്നാൽ ഞാൻ വൃത്തിയായിട്ട് ജീവിച്ചോളാം സാറേ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. സാറേ. ഇല്ല, ഇരുന്നോളൂ, പോയിരുന്നോളൂ. രാജാവേ, എന്താ സുമേഷേ? രാജാവേ, ഞാനൊന്ന് ഭൂമിയിലേക്ക് പോയിക്കോട്ടെ. ഇനിയിപ്പോ ഒന്നും നടക്കില്ല കേട്ടോ. ഒരവസരം. ഇല്ല, അവസരമൊക്കെ കഴിഞ്ഞു, അവസരം കഴിഞ്ഞു, പോയിരുന്നോളൂ. ആ ഉണ്ണിയേ, ഒരു സന്തോഷ വാർത്ത അങ്ങോട്ട് അറിയിക്കട്ടെ. മുങ്ങൽ വിദഗ്ധന്മാര് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഉടനെ തന്നെ ബോഡി കിട്ടുന്ന ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങൊന്നേ വൈകുന്നേരമാകുമ്പോൾ കുറച്ച് രസായനം കിട്ടുക കുടിക്കാൻ. എന്താ ഉണ്ണിയേ, ഉണ്ണിയുടെ ക്ലിയറൻസിന്റെ കാര്യം പോലും ഇതുവരെ ഒരു തീരുമാനത്തിലായിട്ടില്ല. പോയിരിക്കട്ടോ. സത്യശീലൻ. സാർ നമസ്കാരം. നമസ്കാരം സാറേ, ഒരു അബദ്ധം പറ്റി. ഞാൻ വഴി തെറ്റി ഈ വഴി ഇങ്ങ് വന്നതാണ്. ആ പുറത്തേക്കുള്ള വഴി ഒന്ന് കാണിച്ചു തന്നാൽ ഞാൻ അതുവഴി പതുക്കെ അങ്ങ് പുറത്തേക്ക് പോയിക്കോളാം. സൂത്രക്കാരൻ. അതെ, നിങ്ങൾ വഴിതെറ്റി വന്നതൊന്നുമല്ല, നിങ്ങളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് തന്നെയാണ്. സാറേ, ഞാൻ നാട്ടിലൊരു മന്ത്രിയാണ്. അറിയാം, നിങ്ങൾ രാഷ്ട്രീയക്കാർ നാട്ടിൽ കാണിക്കുന്ന കോമഡികളൊക്കെ വീക്കെൻഡിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിച്ച് ചിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ ജോലി ഭാരത്തിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടുന്നേ. സത്യത്തിൽ ഞാൻ മരിച്ചിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല. കയ്യാലെ പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം. കാണണോ? കണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്ന് കണ്ടോ? അയ്യോ, അത് ഞാനല്ലേ? വലിക്കുന്ന വലി കണ്ടോ? അയ്യോ, നല്ല വലിയാണല്ലോ. ഇനി എന്തോരം വലിക്കാൻ കിടക്കുന്നു. സാറേ, ഇത് ഏത് ഹോസ്പിറ്റല്? ഇത് ദുശാസനക്കുറുപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ. അറിയാലോ അല്ലേ?
അയ്യോ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒന്ന് മാറ്റം പറയണം സാറേ. ഏയ് പറ്റില്ല. ഈ ഡോക്ടർക്കാണ് നിങ്ങൾ കൈക്കൂലി മേടിച്ചിട്ട് MBBS സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ഇയാൾ തന്നെയല്ലേ ചികിത്സിക്കേണ്ടത്. അന്ന് കുറെ കാശ് നിങ്ങൾ പിടുങ്ങി, ഇപ്പോൾ നിങ്ങളെ അവിടെ കിടത്തിയിട്ട് അയാൾ കാശ് പിടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ മരുന്ന് കുത്തി കയറ്റുക. സാറേ അയാൾക്ക് ചികിത്സിക്കാൻ അറിഞ്ഞൂടാ സാറേ? അറിയില്ല. ഈ അറിയാൻ പാടില്ലാത്ത ആളാണ് നേരത്തെ വേറെ ഒരുപാട് പേരെ ചികിത്സിച്ചത്. ഇങ്ങനെ ചികിത്സിച്ചാൽ ഞാൻ മരിച്ചു പോകും സാറേ. മരിക്കണം, എന്നായാലും മരിക്കണം. പിന്നെ ഇയാൾ ഒരു ദിവസം എൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് ഇതുപോലെ ഇരിക്കും, അപ്പം ഞാൻ ചോദിക്കും. സാറേ ഒരു അപേക്ഷയുണ്ട് സാറേ, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വിടണം. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രിയാണ്. പക്ഷെ നടക്കില്ല സത്യശീല. നാളെ ഇവിടെ അതിലും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. ഇവിടുത്തെ HOD-മാരുടെ, അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിന്റെ. കഴിയുമെങ്കിൽ ഈ HOD-മാരിൽ ആരെങ്കിലും ഒന്ന് സ്വാധീനിക്കാൻ നോക്ക്. അവർ വിചാരിച്ച എന്തെങ്കിലും നടക്കും. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അല്ലേ? ഒരു വഴിയില്ല സത്യശീല. അത് പോയി മറിമായം